ഹലോ ഫ്രണ്ട്സ്, കാശ്മീർ വാലിയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പ്രദേശമായ ശ്രീനഗറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശ്രീനഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവിടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ആദ്യം എത്തുന്ന കാര്യങ്ങളിലൊന്നാണ് ശ്രീനഗറിലെ ഡാൽ ലേക്കിലൂടെയുള്ള ഷിക്കാര ബോട്ട് റൈഡിങ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. 17-18 ഗേറ്റുകളായിട്ടാണ് ദാൽ ലേക്കിലേക്കുള്ള എൻട്രി ഗേറ്റുകൾ ഉള്ളത്. അതിൽ നിന്നും ഏത് ഗേറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്ത് നമുക്ക് ദാൽ ലേക്കിലെ ഷിക്കാര ബോട്ട് റൈഡിങ് പോകാവുന്നതാണ്. ഈ ഭാഗത്ത് തന്നെ ഒരുപാട് ഷിക്കാര ബോട്ടുകളും ഹൗസ് ബോട്ടുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്ര മനോഹരമായിട്ടാണല്ലേ ഈ ഷിക്കാര ബോട്ടുകൾ ഇവർ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഈ വ്യൂ തന്നെ നോക്കുക, എന്ത് അടിപൊളിയാണല്ലേ. ദൂരെ നീണ്ടു കിടക്കുന്ന മഞ്ഞുമലകൾ, താഴെ ദാൽ തടാകം, അതിലൂടെ ഒഴുകി നടക്കുന്ന ഷിക്കാര ബോട്ടുകൾ, അടിപൊളി വ്യൂ തന്നെയാണ് ഇതൊക്കെ. ഒരു ഷിക്കാര ബോട്ടിൽ 2 ഫാമിലി ആയിട്ടാണ് നമ്മൾ കയറിയത്. അങ്ങനെ 2 ഷിക്കാര ബോട്ടുകളിലായിട്ട് നമ്മൾ 4 ഫാമിലിയും കയറി ഷിക്കാര ബോട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാശ്മീരി സംസ്കാരത്തിൻ്റെ ഭാഗമായ ഷിക്കാര ബോട്ടിലൂടെയുള്ള യാത്ര നമ്മൾ അങ്ങനെ ആസ്വദിച്ചു മുന്നോട്ട് പോകുകയാണ്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും തികച്ചും വേറിട്ടൊരു നാടും സംസ്കാരവുമാണ് കാശ്മീരിലേത്. അതുപോലെ ശ്രീനഗറിലെ ആളുകളുടെ ജീവിതം തന്നെ ഈ തടാകത്തെ ചുറ്റിപ്പറ്റി തന്നെയാണെന്ന് നമുക്ക് പറയാം. സാധനം കയ്യിലുണ്ടോ? നിങ്ങളുടെ നാട്ടിലെവിടെയാ? ഈ കാണുന്നത് ശ്രീനഗറിലെ പ്രസിദ്ധമായ ഹോട്ടൽ ഹെവൻ കനാലാണ്. ചതുപ്പ് നിലങ്ങളിൽ മരത്തടിയിൽ കെട്ടിയുയർത്തിയ വീടുകൾ, ഫ്ലോട്ടിംഗ് കൃഷിയിടങ്ങൾ എന്നിവയൊക്കെ ശ്രീനഗറിലെ ദാൽ തടാകത്തിലെ പ്രധാന കാഴ്ചകളാണ്. മറ്റെങ്ങും കാണാനാവാത്ത തരത്തിലുള്ള കാഴ്ചകളാണ് കാശ്മീരുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് കാശ്മീർ എപ്പോഴും വേറിട്ട് നിൽക്കുന്നതും. ഈ കാണുന്നതൊക്കെ ദാൽ തടാകത്തിലെ കച്ചവടക്കാരും കടകളും ഒക്കെയാണ് കേട്ടോ. ദൂരെ മഞ്ഞുമലകളൊക്കെ കണ്ട് എത്ര രസകരമായ കാഴ്ചയാണ് ഷിക്കാര ബോട്ടിലൂടെ പോകുമ്പോഴുള്ളത്. പലതരത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയ, പല റേറ്റുകളോട് കൂടിയ ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ ദാൽ തടാകത്തിലുണ്ട് കേട്ടോ. നമുക്കതൊക്കെ ബുക്ക് ചെയ്ത് അതിലൊക്കെ ഒരു ദിവസം സ്റ്റേ ചെയ്യാവുന്നതാണ്. അതൊരു വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും. എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു കാശ്മീരിൽ പോകണം, മഞ്ഞ് കാണണം, ദാൽ ലേക്കിലൂടെ ഷിക്കാര ബോട്ടിൽ പോകണം. അതുപോലെ തന്നെയുള്ളൊരു ആഗ്രഹമായിരുന്നു കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് ബൂംബ്രോ പാട്ട് ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആള് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ടൊക്കെ റെഡി ആവുകയാണ്. അവർ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞു. ഒരു ഫോട്ടോയ്ക്ക് 100 രൂപ വെച്ചിട്ടാണ് അവർ പറഞ്ഞത്. ഡ്രസ്സ് ഇട്ട് ഫോട്ടോ അവരെടുത്ത് തരും. പല റേറ്റുകളിൽ ഈ ഡ്രസ്സിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ പിന്നെ പറഞ്ഞ് അത് ഒരു ഫോട്ടോയ്ക്ക് 100 രൂപ ആക്കിയതാണ്. അത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡും മോനും എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തന്ന് എൻ്റെ കൂടെ തന്നെ ആ ഒരു ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞുമലകളൊക്കെ ആയി ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് ആ ഒരു ഫോട്ടോസൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. ആ ഒരു മഞ്ഞുമലകളിൽ വെയിൽ വന്ന് തട്ടുമ്പോഴുള്ള ആ തിളക്കം ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഷിക്കാര ബോട്ട് റൈഡ് തുടരുകയാണ്. ഇത് ഫോട്ടോൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ബോട്ടിൽ കയറിയതായിരുന്നു. ആ ഫോട്ടോഷൂട്ടിൻ്റെ ആളുകളുടെ ബോട്ടിൽ കയറിയതായിരുന്നു. അപ്പോൾ നമ്മളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ നമ്മളുടെ ഷിക്കാര ബോട്ടുള്ളത്. നമ്മളുടെ കൂടെ വന്നവർ നമ്മളുടെ വീഡിയോ എടുത്ത് തന്നതാണിത്.
വീണ്ടും ദാൽ ലേക്കിലൂടെയുള്ള കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കാണുന്നതൊക്കെ അവിടെയുള്ള ഹോട്ടലുകളാണ് കേട്ടോ. ഇത്ര ഭംഗിയാണെന്ന് അറിയോ അതൊക്കെ. ഷിക്കാര ബോട്ട് റൈഡിങ് പല റേറ്റുകളിൽ പറയുന്നവരുണ്ട് കേട്ടോ. മണിക്കൂറിന് പല റേറ്റുകൾ പറയുന്നവരുണ്ട്. അതിനനുസരിച്ച് നമ്മളുടെ ആ പ്ലാനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഷിക്കാര ബോട്ടിലൂടെ പോകുമ്പോൾ. അപ്പോൾ നമ്മളുടെ സമയവും എല്ലാവരും അനുസരിച്ച് നമുക്കതൊക്കെ പ്ലാൻ ചെയ്യാം. ഇരുട്ടായി തുടങ്ങുന്നു കേട്ടോ. എന്നാലും ആ ദൂരെ മഞ്ഞുമല ഇപ്പോഴും കാണാം. ഒരു ഭാഗത്ത് ഫോഗ് ആയതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മഞ്ഞുമലേൻ്റെ വ്യൂ നമുക്ക് കിട്ടുന്നില്ല. വീണ്ടും യാത്ര തുടരുകയാണ്. നമുക്ക് ഈ സമയമായതുകൊണ്ട് തന്നെ ദാൽ ലേക്കിലെ മാർക്കറ്റ് കാണാൻ പറ്റിയില്ല. വെള്ളത്തിലെ മാർക്കറ്റ് അത് കാണാൻ സാധിച്ചില്ല. അതൊന്ന് പുറമേ നിന്ന് കണ്ടിട്ട് നമ്മൾ പോന്നു. ഈ സമയമായതുകൊണ്ട് തന്നെ അതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതുണ്ടല്ലോ ഒരു തുരുത്ത് പോലെയാണ് കേട്ടോ. അതായത് ആ ഒരു ഭാഗം മാത്രം കര പോലെയും ബാക്കി ചുറ്റും വെള്ളം അങ്ങനെയായിട്ട് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. അത് കണ്ടോ, SBIയുടെ ഒരു ATM ആണത്. വെള്ളത്തിലെ ATM അല്ലേ. എത്ര ഭംഗിയുണ്ടല്ലോ അതൊക്കെ കാണാനായിട്ട്. ശ്രീനഗർ സിറ്റിയുടെ ആ ഒരു റോഡാണ് കേട്ടോ കാണുന്നത്. ആ റോഡരികിലും ഒരുപാട് കച്ചവടക്കാരെ കാണാം. പലതരത്തിലെ കൊത്തുപണികളൊക്കെ ചെയ്ത ഹൗസ് ബോട്ടുകളാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇരുട്ടായപ്പോൾ ഫുൾ ഹൗസ് ബോട്ടിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വേറൊരു ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് കുട്ടികളൊക്കെ ക്യാപ്പും മഫ്ലറൊക്കെ ഇട്ട് ഫുള്ള് കവർ ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷിക്കാര ബോട്ട് റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.